ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട, ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത്. സ്നേഹമുള്ളവരെ, നമ്മളിൽ പലരും ഒത്തിരി ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, വചനം പ്രസംഗിക്കുന്നവരാണ്, വചനം വായിക്കുന്നവരാണ്, നല്ലോണം പ്രാർത്ഥിക്കുന്നവരാണ്, ശുശ്രൂഷ ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മളിൽ പലർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് ഒത്തിരി നമ്മൾ ദൈവത്തോട് അടുത്തു നിൽക്കുമ്പോഴും പലപ്പോഴും ഒത്തിരി എതിരാളികൾ നമുക്കുണ്ടാകാറുണ്ട്. ചുമ്മാ നമുക്കെതിരായിട്ട് കുറേ പേര് അങ്ങ് പ്രവർത്തിക്കുകയാണ്. നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഒത്തിരി എതിരാളികൾ നമുക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പലപ്പോഴും ഇങ്ങനെ എതിരാളികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ സങ്കടപ്പെടാറുണ്ട്. ഇത്രയും ദൈവ ശുശ്രൂഷ ഞാൻ ചെയ്തിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ എതിരാളികൾ ഉണ്ടാകുന്നത്, എന്നെ വെറുക്കുന്നവരുണ്ടാകുന്നത്, എന്നെ വേദനിപ്പിക്കുന്നവരുണ്ടാകുന്നത് എന്ന് നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട് ദൈവത്തോട്. സ്നേഹമുള്ളവരെ, വചനം പറയുകയാണ്, നിങ്ങൾക്ക് എതിരാളികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട, അത് ദൈവത്തിൽ നിന്നുള്ള അടയാളമാണ് എന്ന്. നമ്മുടെ ശുശ്രൂഷ അത് സ്വർഗം കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് ചിലപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ചില പരിഹാസങ്ങളും നിന്ദനങ്ങളും എതിർപ്പുകളും ഒക്കെ. അപ്പോൾ ആയതുകൊണ്ട് നമ്മളിതിനകത്തൊന്നും തളർന്നു പോകാതെ ശക്തമായിട്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ.